ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാരാതൈറോയിഡ് ഗ്ലാൻഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഇറ്റ് ഈസ് എൻഡോഡെർമൽ ഇൻ ഒറിജിൻ. പാരാതൈറോയിഡ് ഗ്ലാൻഡ് എൻഡോഡെർമൽ ഒറിജിൻ ആണ്. അതേപോലെ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്ക് സൈഡിൽ ഓരോ ലോബിലും രണ്ട് പാരാതൈറോയിഡ് ഗ്ലാൻഡ് വീതമുണ്ട്. അതായത് ഈച്ച് ലോബ് വിൽ ബി കണ്ടെയ്നിങ് one pair of parathyroid gland. So we have 4 parathyroid gland or 2 pairs of parathyroid gland. Okay, so here it is endodermal in origin, backside of thyroid gland, 1 pair of parathyroid gland in each lobe. രണ്ട് ലോബ് ഉണ്ട്, അതുകൊണ്ട് 2 pairs of parathyroid glands are present. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ എന്ന് പറയുന്ന പാരത്ത് ഹോർമോൺ ആണ്, PTH, പാരത്ത് ഹോർമോൺ. ആൻഡ് ദിസ് പാരത്ത് ഹോർമോൺ ഇറ്റ് വിൽ regulated by the circulating level of calcium ions. അതായത് പാരത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് the circulating level of calcium ions ആണ്. കാൽഷ്യം അയോൺസ് സർക്കുലേറ്റ് ചെയ്യുന്ന കൂടുതലാണെങ്കിൽ പാരത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കുറയും. കാൽഷ്യം അയോൺസ് കുറവാണെങ്കിൽ പാരത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കൂടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ഹൈപ്പർ കാൽഷ്യമി ഹോർമോൺ ആണ്. അതായത് കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പാരത്ത് ഹോർമോൺ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പാരത്ത് ഹോർമോൺ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടാനുള്ളതാണ്. അതേപോലെ തന്നെ ദിസ് കാൽഷ്യം ഫ്രം വെയർ ദേ ആർ ഇൻക്രീസിങ്, എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിൽ അത് കാൽഷ്യം ഇൻക്രീസ് ചെയ്യുന്നത്? ഇതൊരു ഹൈപ്പർ കാൽഷ്യമിക് ആണ്, ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോൺ ആണ്. ഇറ്റ് ഇൻക്രീസസ് ദ കാൽഷ്യം by absorption of calcium from the renal tubule. കിഡ്നിയുടെ ട്യൂബ്യൂളിൽ നിന്ന് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ ചെയ്തിട്ട് കാൽഷ്യത്തിന്റെ എമൗണ്ട് കൂട്ടാം. Digested food from where the calcium will be absorbed to the bloodstream. കാൽഷ്യം ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടാം. അതേപോലെ ഇഫ് ദർ ഈസ് സ്റ്റിൽ ദ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ഓർ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇഫ് ഇറ്റ് ഈസ് ലെസ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ, it will do resorption from the bone. The calcium resorption it will do from the bone. എന്താണ് ഈ കാൽഷ്യം റിസോർപ്ഷൻ എന്ന് പറയുന്നത്? കാൽഷ്യം റിസോർപ്ഷൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസൊല്യൂഷൻ ഓർ ഡീമിനറലൈസേഷൻ ഓഫ് ദ ബോൺ. ബോണിന്റെ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ. ആ ബോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. ബോണിൽ ആരാ കാൽഷ്യം സ്റ്റോർ ചെയ്യുന്നത്? കാൽസിറ്റോണിൻ എന്ന് പറയുന്ന, അതായത് തൈറോ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന തൈറോയിഡ് ഗ്ലാൻഡിന്റെ പാരാഫോളിക്കുലാർ സെൽസിൽ നിന്നുള്ള സെക്രീഷൻ ആണ് കാൽഷ്യത്തിനെയും ഫോസ്ഫറസിനെയും ബോണിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ കാൽഷ്യം ഫോസ്ഫറസും ബോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ബ്ലഡിലെ കാൽഷ്യത്തിന്റെ അളവ് കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാരത്ത് ഹോർമോൺ പോയിട്ട് ദ സ്റ്റോർഡ് കാൽഷ്യം ഇൻസൈഡ് ദ ബോൺ വിൽ ബി ഡീമിനറലൈസ്ഡ് ഓർ ഇറ്റ് വിൽ അണ്ടർഗോ ഡിസൊല്യൂഷൻ or it will undergo resorption. Resorption എന്ന് പറഞ്ഞാൽ അത് ഡീമിനറലൈസ് ചെയ്ത് അതിൽ നിന്ന് വലിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് resorption എന്ന് പറയുന്നത്. So it will undergo resorption from the bone. So calcium it will increase inside the bone. ഈ calcium resorption from the bone എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ബോൺ പഠിക്കുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് എ ദാറ്റ് ബോൺ ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ. ആ ബോണിനകത്ത് കാണുന്ന 2 തരത്തിലുള്ള സെൽസ് ആണ്, ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും. ഓസ്റ്റിയോബ്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ആ ബോൺ സെൽസ് ആണ്, അതായത് ബോൺ ഫോം ചെയ്യുന്ന സെല്ലാണ്. ബോൺ ഫോം ചെയ്യുന്ന സെല്ല് ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണെങ്കിൽ ഓസ്റ്റിയോക്ലാസ്റ്റ് ബോൺ സെല്ലിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയ അതിനെ റിമൂവ് ചെയ്ത് കളയുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ്. അതായത് ഡാമേജ്ഡ് സെൽസിനെ റിമൂവ് ചെയ്യുകയും പുതിയ സെൽസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും കൂടി കൂടിയിട്ടാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് പുതിയ സെൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ത് ചെയ്യും? അവിടെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റിമൂവ് ചെയ്ത് ആ ഇംപ്യൂരിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ the resorption of calcium from the bone it will be done with the help of osteoclast. Osteoclast ആണ് resorption of this calcium is done in the bone. അപ്പോൾ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ നമ്പർ കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്ത്?
Parath hormone പോയിട്ട് for the resorption of the calcium from bone. അപ്പോൾ കാൽഷ്യത്തിന്റെ റിസോർപ്ഷൻ ഫ്രം ദ ബോൺ ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് സെൽ എന്ന് ചോദിച്ചാൽ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും ഭാരത് ഹോർമോൺ. ആ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ by activating certain vitamin as vitamin D in the form of calcitriol. അതായത് വിറ്റാമിൻ ഡിനെ see here the increasing the activity of osteoclast by promoting the formation of active form of vitamin D called as vitamin D called calcitriol. Vitamin D നെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കാൽസിട്രിയോളിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ നമ്പർ കൂട്ടുകയും അതുപോലെ ബോണിൽ നിന്ന് കാൽഷ്യത്തിന്റെ റിസോർപ്ഷൻ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, സോ this Parath hormone, it is hypercalcemic hormone. It absorbs calcium from the renal tubule. It absorbs calcium from the digested food, and it stimulates the process of bone resorption or bone demineralization by increasing the number of osteoclasts, by promoting the formation of active form of vitamin D, that is calcitriol. Okay, now it will maintain the calcium balance in body along with the thyrocalcitonin. Thyrocalcitonin ഒപ്പം നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോണാണ് പാരത് ഹോർമോൺ. ഇവർ രണ്ടുപേരും കൂടി കൂടിയിട്ട് കാൽഷ്യത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തൈറോകാൽസിറ്റോണിൻ ഇറ്റ് വിൽ റെഡ്യൂസ് ദ കാൽഷ്യം കണ്ടന്റ് ഇൻ ദ ബ്ലഡ് ആൻഡ് പാരത് ഹോർമോൺ ഇറ്റ് ഇൻക്രീസസ് ദ കാൽഷ്യം കണ്ടന്റ് ഇൻ ദ ബ്ലഡ്. സോ വി ക്യാൻ സേ ദീസ് ടു ഹോർമോൺസ് ആർ ആന്റഗോണിസ്റ്റിക് ഇൻ നേച്ചർ. ഈ രണ്ട് ഹോർമോൺ എന്താണ്? ആന്റഗോണിസ്റ്റിക് ഇൻ നേച്ചർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് പഠിക്കാനുള്ളത് തൈമസ് ഗ്ലാൻഡ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് തൈമസ് ഗ്ലാൻഡ് ആണ് കേട്ടോ. തൈമസ് ഗ്ലാൻഡ് കാണുന്ന ചെസ്റ്റ് റീജിയനിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. ഇത് മീസോഡെർമൽ ഒറിജിൻ ആണ്. മീസോഡെർമലി ഒറിജിനേറ്റ് ചെയ്തേക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്. അത് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രസന്റ് ബിഹൈൻഡ് ദ സ്റ്റെർണം. രണ്ട് ലങ്സിന്റെ ഇടയിൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ ലങ്സ് ബിഹൈൻഡ് ദ സ്റ്റെർണം. സ്റ്റെർണം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ സെന്റർ ഭാഗത്ത് കാണുന്ന നെഞ്ചിന്റെ ഭാഗത്ത് കാണുന്ന ആ വലിയ ബോണിയാണ് സ്റ്റെർണം എന്ന് പറയുന്നത്. അതിന്റെ ബാക്ക് സൈഡില് നമ്മുടെ ഹാർട്ടിന്റെ അയോട്ട ഉണ്ടല്ലോ, അയോട്ടയുടെ വെൻട്രൽ സൈഡില്, അതായത് അയോട്ടയുടെ ഫ്രണ്ടിലേക്ക് സ്റ്റെർണത്തിന്റെ ബാക്കില് രണ്ട് ലങ്സിന്റെ ഇടയിലായിട്ടാണ് എന്ത് കാണുന്നത്? തൈമസ് ഗ്ലാൻഡ് കാണുന്നത്. ഇത് സാധാരണ സ്മോൾ ചിൽഡ്രൻ ടിൽ അഡോളസെന്റ് ഏജ് അതിങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കും. Then after the adolescent age we can see it is reducing its size. അത് പതുക്കെ reduce ചെയ്ത് ഓൾഡ് ഏജ് എത്തുമ്പോഴത്തേക്ക് നമുക്കത് കംപ്ലീറ്റ് ഡീജനറേറ്റ് ചെയ്ത് പോലെ വളരെ റെഡ്യൂസ് ആയിട്ട് ഒരു സ്ട്രക്ചർ ആയിരിക്കും തൈമസ് ഗ്ലാൻഡ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തൈമസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ മെക്കാനിസം ആണ്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് പീപ്പിളിലൊക്കെ ഇമ്മ്യൂൺ മെക്കാനിസം അത്ര ആക്റ്റീവ് ആയിരിക്കില്ല യങ് ഇൻഡിവിജ്വലിനെ അപേക്ഷിച്ച്. ഒരു യങ് ആയിട്ടുള്ള ഒരാളെ അപേക്ഷിച്ച് ഓൾഡ് ഏജ്ഡ് പേഴ്സണിൽ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്ക് ആയിരിക്കും. കാരണം അവർക്ക് തൈമസ് ഗ്ലാൻഡ് കംപ്ലീറ്റ് റെഡ്യൂസ് ആയിട്ടാണ് കാണുക. Okay, so here it is located in between the lungs behind the sternum on ventral side of the aorta. Now we can see it secretes a hormone called as thymosin, that is a peptide hormone. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പാരാതൈറോയ്ഡ് ഹോർമോൺ പറഞ്ഞപ്പോൾ ഞാൻ പാരത് ഹോർമോൺ ഇറ്റ് ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. ഓക്കെ, ആ ഒരു സെന്റൻസ് ഞാൻ വിട്ടുപോയി എനിക്ക് തോന്നുന്നു. So just note it down. Parath hormone is also a peptide hormone. Thymosin is also a peptide hormone. So here take part in the immune system. ഇത് immune systemത്തിൽ take part ചെയ്യുന്ന ഒരു gland ആണ് thymus gland എന്ന് പറയുന്നത്. Now we can see thymosin എന്ന് പറയുന്ന hormone which is secreting from the thymus gland. Thymus gland is secrete ചെയ്യുന്ന hormone thymosin that will take part in the immune mechanism. Now it differentiate T lymphocytes. നമുക്കറിയാം there are different types of lymphocytes as T lymphocytes ഉം B lymphocytes ഉണ്ട് അല്ലേ. T lymphocytes സാധാരണ cell mediated immunity കൊടുക്കുന്നതാണ്. B lymphocytes it gives humoral immunity. അതായത് the T lymphocytes that cell itself it can fight against the pathogenic organism or any antigen.
അതേപോലെ ബി ലിംഫോസൈറ്റ്സിന്റെ കേസിൽ അവർ ഒരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ സെക്രീറ്റ് ചെയ്തിട്ടാണ് ആന്റിബോഡി സെക്രീറ്റ് ചെയ്തിട്ടാണ് ആന്റിജനെതിരെ വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഹിയർ ദിസ് തൈമോസിൻ it will help in differentiating T lymphocyte. ഈ T lymphocyte which provides cell mediated immunity കൊടുക്കുന്ന lymphocytes ആണ് T lymphocyte. As it is differentiating from the thymus, it is called as T lymphocytes. Okay. Now, thymosin, it also promote the production of antibodies. ഈ തൈമോസിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് ആന്റിബോഡീസിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. To provide the humoral immunity. Humoral immunity provide the thymosin that also promote the production of antibodies. Okay. Now, if we see in addition to thymosin, there is another hormone secreted from this is thymopoietin. Thymopoietin എന്ന് പറയുന്ന വേറൊരു ഹോർമോണും ഇതിനകത്തുനിന്ന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ thymopoietin also help in differentiation of T lymphocytes. T lymphocytes in the differentiation adum help ചെയ്യുന്നുണ്ട്. So here the thymopoietin also help in differentiating the T lymphocyte. Now if you see, there are some phagocytic cells present in the thymus gland that is called as Husserl's corpuscles. Husserl's corpuscles എന്ന് പറയുന്ന spherical അല്ലെങ്കിൽ oval shape ഉള്ള cells. അത് thymus gland that will help in phagocytosis activity inside the thymus gland. Thymus gland phagocytosis നടത്തുന്ന സെൽസ് ആണ് ഈ പറയുന്ന ഹസൽസ് കോർപ്പസൽസ്. ഓക്കെ, ഇത് ഒരിക്കൽ ചോദിച്ചാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് നമ്മുടെ APMT ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹസൽ കോർപ്പസൽസ് ആർ പ്രസന്റ് ഇൻ വിച്ച് ഓർഗൻ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ തൈമസ് ഗ്ലാൻഡ്. നൗ next one, the hyper secretion of thymosin. The thymosin over production konde that lead to myasthenia gravis. Myasthenia gravis nu parayna oru disease undakum. Adu endanu vechale which is characterized by abnormal neuromuscular excitation ആണ്. അതായത് ന്യൂറോൺസ് മസിൽസിലേക്ക് മെസ്സേജ് കൊടുക്കുന്നതിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തൈമോസിൻ കൂടുതലായി കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് അസറ്റൈൽ കൊളൈൻ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ will be inactivated by this thymosin. Thymosin inactivate ചെയ്യും ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ. അപ്പോൾ ഒരു മോട്ടോർ ന്യൂറോണിന്ന് ഒരു സ്കെലറ്റൽ മസിലിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന അസറ്റൈൽ കൊളൈനെ ഡീജനറേറ്റ് ചെയ്യിപ്പിച്ചാൽ അവിടെ ഉദ്ദേശിച്ച പോലത്തെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഡിപോളറൈസേഷൻ ഓഫ് മസിൽസ് അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലത്തെ ഒരു കൺട്രാക്ഷൻ ഒന്നും മസിലിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അബ്നോർമൽ കൺട്രാക്ഷൻ ഉണ്ടാവും പറയുന്നത്. That is due to that disease is called as myasthenia gravis. എന്നോട് പറയാം, hypersecretion of thymosin it lead to myasthenia gravis which is characterized by abnormal neuromuscular excitation. It occurs when normal communication between nerve and muscle get interrupted at the neuromuscular junction. അതായത് സാധാരണ ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂറോൺസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് മസിലിലേക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അത് അബ്നോർമൽ ആയി കഴിയുമ്പോഴാണ് ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലെ പ്രോപ്പർ ആക്ടിവിറ്റി വരാതിരിക്കുകയും അബ്നോർമൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ അബ്നോർമൽ എക്സൈറ്റേഷൻ നടക്കുകയും ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഓവർ സെക്രീഷൻ ഓഫ് തൈമോസിൻ. അതേപോലെ തന്നെ തൈമോപോയിറ്റിനും ഇതേപോലെ തന്നെയാണ് ഓവർ സെക്രീഷൻ ഓഫ് തൈമോപോയിറ്റിൻ that will degrade the acetylcholine which is coming into the motor end plate or the neuromuscular junction. A neuromuscular junction like varuna acetylcholine ne നശിപ്പിച്ചു കളയും ആരെ excess thymosinum thymopoietinum കൂടി കൂടിയിട്ട്. അപ്പോഴും എന്ത് പറ്റും? abnormality will be developed in the neuromuscular junction. So these are the abnormalities which occurs due to thymosin. Thymosin എന്ന് പറയുന്ന ഹോർമോൺ സാധാരണ സിന്തസൈസ് ചെയ്യുന്ന T സെൽസിന്റെ ഡിഫറൻഷിയേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ സിന്തസൈസ് ചെയ്യുന്ന ഒരു മൈനർ ഹോർമോൺ ആണ്. മേജർ ഹോർമോൺ എന്ന് പറയുന്നത് തൈമോസിൻ തന്നെയാണ്. തൈമോസിനും തൈമോപോയിറ്റിനും രണ്ട് പെപ്റ്റൈഡ് ഹോർമോൺ ആണ് കേട്ടോ.
ഇത് രണ്ടും ടി സെൽസിന്റെ ഡിഫറൻഷിയേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടുതൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസീസ് ആണ് മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. മയാസ്തീനിയ ഗ്രേവിസിലെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി. ആ അബ്നോർമാലിറ്റി ഉണ്ടാവാനുള്ള കാരണം ന്യൂറോണിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഈ തൈമോസിനും തൈമോപോയിറ്റിനും കൂടി നശിപ്പിച്ചു കളയും. അപ്പൊ എന്താവും, മസിലിലേക്ക് നോർമലായിട്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റാതെ വരികയും അതൊരു അബ്നോർമൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ മസിലിന് കാരണമാവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. സോ മയാസ്തീനിയ ഗ്രേവിസ് ഈസ് എ ഡിസീസ് which is associated with thymosin and thymopoietin which is produced from the thymus gland. Thymus gland mesodermal origin ആണ്. അത് ഈ ഭാഗത്തായിട്ടാണ് കാണുക, രണ്ട് ലങ്സിന്റെ നടുവിലും സ്റ്റെർണത്തിന്റെ ബാക്കിലും അയോർട്ടയുടെ വെൻട്രൽ സൈഡിലും ആയിട്ടാണ് കാണുക. അതേപോലെ ഈ തൈമസ് ഗ്ലാൻഡ് ചെറുപ്പത്തിൽ വളരെ വലുതായിരിക്കും. അതായത് നമ്മളൊരു കുഞ്ഞ് ജനിച്ച് അതിന്റെ അഡോളസന്റ് ഏജ് വരെ നമുക്ക് കാണാം തൈമസ് ഗ്ലാൻഡിന് വലിപ്പം വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തൈമസ് ഗ്ലാൻഡ് ചുരുങ്ങി പോകും. ഒരു ഏജ്ഡ് പേഴ്സണിൽ നമ്മൾ തൈമസ് ഗ്ലാൻഡ് നോക്കിയാൽ വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് യങ്സ്റ്റേഴ്സിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. Okay, so this is all about the thymus gland. The next gland which we have to study, that is adrenal gland, that we will see in the next session.